എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 2:14 മുതൽ 17 വരെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആഘോഷങ്ങൾ അടിമത്തത്തിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ടതാണ്. വിലങ്ങുകൾ തകർക്കപ്പെടുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ധന്യത ആരാധനയിൽ ശക്തമായ പ്രതിഫലനം രൂപപ്പെടുത്തും. അടിമത്തത്തെ ആചാരമായി തീർക്കുന്ന സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യനിലെ സർഗാത്മകതയുടെ നിറം കെടുത്തി സ്വാതന്ത്ര്യത്തെ ഒരു കിട്ടാക്കനിയായി മാറ്റുന്നു. അങ്ങനെ വ്യക്തിത്വം ഹനിക്കപ്പെട്ട് ഇരയാക്കപ്പെടുന്ന സംസ്കൃതി രൂപപ്പെടുന്നു. ഇരയാക്കപ്പെടുന്നവരുടെ ശബ്ദവും നെടുവീർപ്പും ദേവാലയങ്ങൾ കേന്ദ്രീകൃതമായ ശാസ്ത്രങ്ങളും സംഭാഷണങ്ങളും ജ്ഞാനവ്യവസ്ഥകളും തന്ത്രപൂർവം അകറ്റി നിർത്തുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിൽ ജ്വലിക്കുന്ന സത്വത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുക എന്നത് ശക്തമായ ഒരു തപസ്യയാണ്. ഇങ്ങനെയുള്ള ശക്തമായ വെല്ലുവിളികളുടെ മധ്യത്തിൽ ആരാധന കേന്ദ്രിതമായ ആചാരങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തെ വ്യത്യസ്തമായി കാണാനുള്ള ആഹ്വാനമാണ് നോമ്പ്. ഏത് നിലവിളിയും നിലവിലുള്ള അധികാര വ്യവസ്ഥയ്ക്കെതിരെയുള്ള കലാപത്തിൻ്റെ ആഹ്വാനമാണ്. സമൂഹത്തിൻ്റെ പൊതു മനസ്സിലാക്കലുകൾക്ക് എതിരെയുള്ള നിസ്സഹായതയുടെ ഒറ്റപ്പെട്ട ഇടപെടലുകളാണ് നിലവിളികളായി ഉയരുന്നത്. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി സംവദിക്കാതെയുള്ള രോദന രീതികൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന തിരിച്ചറിവിൽ തിരിനാളമായി ഉയർത്തപ്പെടുന്ന രീതിശാസ്ത്രത്തിൻ്റെ പുതിയ ഭാവമാണ് നോമ്പ്. കൂടിവരവുകൾ ഇടം പ്രദാനം ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ജ്വലനം സാധ്യമാവും. സൗജന്യമായി നേടാവുന്ന ഒരു കാര്യമല്ല സ്വാതന്ത്ര്യം, അത് ഒരു പ്രക്രിയയാണ്. എവിടെ നിശ്ചലമായ അവസ്ഥയിലേക്ക് എത്തുന്നുവോ അതാണ് അടിമത്തം. സമൃദ്ധമായ ജീവന്റെ അനുഭവത്തെ ആഘോഷിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആനന്ദത്തിൻ്റെ അമൃതാണ് സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇവിടെ ഒരുവൻ സാർത്ഥകമായി ജീവിതത്തെ നോക്കിക്കാണാനും അതോടൊപ്പം വ്യവസ്ഥകളിലെ മലിനതയ്ക്കെതിരെയുള്ള കലാപത്തിനായി ആഹ്വാനം ചെയ്യാനും തയ്യാറാകുന്നു. വേർതിരിവുകൾക്കെതിരെയുള്ള ശക്തമായ വിപ്ലവത്തിൻ്റെ ആഹ്വാനമാണ് നോമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം. വേർപാടിൻ്റെ നടുച്ചുവർ എന്ന പദപ്രയോഗം ശക്തമായ ചില ജീവിത സത്യങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. അർഹമായ സ്ഥാനവും ഇടങ്ങളും പകർന്നു നൽകേണ്ട ജീവിത പരിസരങ്ങൾ ശക്തമായവരെ മാത്രം പരിഗണിച്ച് നിശബ്ദമാകുന്നു. അത്ര കണ്ട് ശക്തമല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തുന്നു. വിവിധ സമൂഹങ്ങളുടെ ഒന്നിച്ചുള്ള വളർച്ച എന്നതിൽ നിന്ന് ഒരു പ്രബല സമൂഹം എന്ന പുത്തൻ സംസ്കാരത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ഇവിടെ രൂപപ്പെടുന്ന വേർതിരിവിൻ്റെ മതിലുകൾക്ക് പ്രപഞ്ച നിർമ്മിതിയുടെ പ്രാരംഭകാലത്തിൻ്റെ വ്യാപ്തി പകർന്ന് നൽകുന്നതിലൂടെ
ഒരിക്കലും ലംഘിക്കാൻ കഴിയുന്നതല്ല എന്ന ചിന്ത മെനഞ്ഞെടുക്കാൻ സാധിക്കുന്നു. ക്രിസ്തുവിലുള്ള സുവിശേഷത്തിൻ്റെ നിർമ്മലതയുടെ വ്യാപ്തി കാലഘട്ടത്തിൻ്റെ തിന്മകളോട് കലഹിക്കാൻ എല്ലായ്പ്പോഴും പ്രേരണ നൽകുന്നതാണ്. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളെ പോലും വിശ്വാസത്തിലൂടെ ജീവിത അനുഭവങ്ങളായി കണക്കാക്കാൻ നോമ്പ് നമുക്ക് പ്രേരണ നൽകുന്നു. വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യഹൂദൻ്റെ ചിന്താഗതികളെയും അവരുടെ തെറ്റായ മതബോധനങ്ങളെയും ന്യായപ്രമാണത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളെയും ഒക്കെ പൊളിച്ചെഴുത്ത് നടത്തി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എല്ലാ വേർതിരിവുകളും അതിൻ്റെ മതിലുകളും ഇടിച്ച് നിരത്തപ്പെട്ട് എല്ലാവരും ദൈവത്തിൽ ഒന്നായിത്തീരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് പങ്കുവയ്ക്കുന്നത്. മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ ഇന്നോളം ഇങ്ങനെയുള്ള ശ്രേണീതല സംസ്കാരം നമ്മുടെ സമൂഹത്തിലും സഭയിലും നിലനിൽക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും, അധികാരമുള്ളവരും അധികാരമില്ലാത്തവരും, സമൂഹത്തിൽ ഉയർന്നവരും താഴ്ന്നവരും എന്ന ഒരു ചിന്താഗതി ഒരുപാട് മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ലോകത്ത് പൗലോസിൻ്റെ ഈ ദൈവശാസ്ത്രം നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന്. പൗലോസ് പറയുന്നു, അവിടെ യഹൂദനെന്നോ യവനനെന്നോ ബർബരനെന്നോ ശകനെന്നോ ദാസനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ സമമാകുന്ന ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ വിപ്ലവം ഈ വാക്കുകളിൽ ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ്. ഉയർന്ന ചിന്താഗതികളോടൊപ്പം നിൽക്കുന്നുവോ, താഴ്ന്നവരോടൊപ്പം നിൽക്കുന്നുവോ, അതോ ഒരു മധ്യവർഗത്തിൻ്റെ ആളുകളായി അടയാളങ്ങളായി നമ്മൾ ശേഷിക്കുന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഇതിനെല്ലാം ഇടിച്ച് തകർത്ത് ഒരു സമഭാവന സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ധ്യാനം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ടു എന്ന ചിന്തയാണ്. അതുകൊണ്ട് ആരെയും ചെറുതെന്നോ വലുതെന്നോ കാണാതെ സമാനമായ ചിന്താഗതി വളർത്തിയെടുക്കാൻ നമ്മെയും ഈ നോമ്പിൻ്റെ ധ്യാനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിൽ നിന്നും ക്രിസ്തുവിൽ വെളിപ്പെട്ട നിർമ്മല സുവിശേഷത്തിൻ്റെ അഗ്നിയിലൂടെയുള്ള ഒരു പ്രയാണത്തിൽ പുതു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഒരു വിചാരം നമ്മയും ഭരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ചില ധാരണകളെയെല്ലാം മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എല്ലാവരും ദൈവത്തോടും മാനുഷിക ബന്ധങ്ങളോടും ശ്രേണി തലങ്ങളായ ചിന്താഗതികളില്ലാതെ സമമാക്കപ്പെട്ടു എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായും നടത്തുന്ന വിധങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. തളരാതെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നമ്മോടുകൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.